ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ലാസ്റ്റ് എപ്പിസോഡിലോട്ട് കാണിക്കുന്ന അവർ രണ്ടുപേർ കിസ് ചെയ്യുന്ന പോലത്തെ സീനിലെല്ലാം നിർത്തിയെന്ന്. പിന്നെ നോക്കുമ്പോൾ ആ സ്വീറ്റ് ഡ്രീംസിൽ എണീക്കുകയാണ് നമ്മുടെ ദന്തേ. പക്ഷേ ഭയങ്കര അപ്സെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചോദിച്ച വാങ്ങിച്ച് തല്ലി പൊളിക്കുന്ന പോലെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനക്ക് ദേഷ്യം വന്നിട്ട് ഇതിനാടി നീ ഇങ്ങനെ തല്ലി പൊളിക്കുന്നത്, ഞാൻ എണിച്ച് വരുമല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കും. അതങ്ങനൊന്നുമില്ല. ശരി വാ, നീ വല്ലതും കഴിച്ചു? ഇല്ല ഞാൻ കഴിക്കാം, വാ നിനക്ക് ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ശരി ഓക്കെ വാ. ശരി നിൻ്റെ സോങ് എന്തായി? സോങ് കുഴപ്പമില്ലടാ, പക്ഷെ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ ഒരാൾ മാത്രം സ്നേഹിക്കുന്നുണ്ടാണോ, ഇനി രണ്ടുപേരും സ്നേഹിച്ചാൽ മാത്രമേ സോങ്ങിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ തോന്നുന്നു. ഇത് വൺ സൈഡ് ലവ് പോലെ ഉണ്ട്. പക്ഷേ ഞാൻ എഴുതുന്ന ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനുള്ള സോങ് അല്ലേ, അതുകൊണ്ട് എനിക്കെന്തോ കുറച്ചൊരു ഇതായിട്ടുണ്ട്. ശരി ഓക്കെ, ആ ബാൻഡിന് വേണ്ടി നീ വേഗം സോങ് റെഡിയാക്കണം, എന്നാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. നിന്നെ ബോസ് വന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബോസ് നിനക്ക് തന്ന ടൈം തീരാറായിട്ടുണ്ട്. ബോസ് നിന്നെ വിളിക്കുന്ന പോലെ ഉണ്ട്. ശരി നോക്കിക്കോ അങ്ങനെ പറഞ്ഞാൽ അവർ എനിക്ക് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി ഇനി എന്താ ചെയ്യാം, നമുക്ക് കോഫി ഷോപ്പിലോട്ട് പോയാലോ? ശരി ഓക്കെ പോവാം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ നേരെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഓഫീസിലാണ്. മറ്റേ മ്യൂസിക് കമ്പനി ഉണ്ടാവില്ലേ, കമ്പനീൻ്റെ കാണിക്കുകയാണ്. അപ്പോൾ അവിടെ കൊളീഗ്സായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. നാവ് വരുന്നുണ്ട്. നാവ് സൂപ്പറാണ്, നിങ്ങൾക്കറിയില്ല, ഹാൻഡ്സമാണ്, അവരെപ്പോലെ പാടാൻ ആർക്കും അറിയില്ല, ടീമിനെ ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. നാവിനെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ നേരെ നമ്മുടെ നാവ് പിന്നാലെ വന്ന് നിൽക്കുന്നത്. എന്നെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരാ, ഞാൻ പറഞ്ഞില്ലേ. ശരി എന്ത് പറയാനാ, ഏതെങ്കിലും അറിയണ്ടോ? ശരി അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ സൂപ്പറാണ്, ഹാൻഡ്സമാണ്. അല്ല സോറി, ഞങ്ങളിതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓരോരുത്തർ മീറ്റിങ്ങിലാണ്, ഫീൽഡ് വർക്കിലാണ്, എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് ചാച്ചോ വിൻഡോ ബാൻഡിനെ കാണാൻ പോയിട്ടുണ്ട്, അങ്ങനെ ബിസിയാണ്. ശരി ഓക്കെ. അതിന് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ചാച്ചവും ദുബായും കൂടെ കോഫി ഷോപ്പിൽ ഇരുന്ന് കൊണ്ടിരിക്കുകയല്ല. അപ്പം നമ്മുടെ സോറി ഗായ്സ്, ഇവിടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഇൻട്രപ്ഷനൊക്കെ ഉണ്ടാവും. സോറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ശരി ഓക്കെ. നേരെ കാണിക്കുന്നത് നമ്മുടെ ദു വന്നിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാച്ചി ഇരിക്കുന്നുണ്ട്. മാച്ചി ആരെന്ന് വെച്ചാൽ അവൻ്റെ സിസ്റ്ററിൻ്റെ കസിൻ്റെ കുട്ടിയാണ്. എന്താണ് നീ വരെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല അമ്മ മീറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ്. ശരി ഓക്കെ അങ്കിൾ, ഞാൻ ചെയ്ത ഡ്രോയിങ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ശരി ഓക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ പിം അവിടേക്ക് വരുന്നുണ്ട്. പിം നിനക്കറിയാലോ, ഇതാണ് എൻ്റെ കസിൻ്റെ മോളാണ് മാച്ചിയ, നിനക്കറിയാലോ? ശരി എനിക്കറിയാം അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ചാച്ചോ ഇവിടെ, ചാച്ചോ വിൻഡോ ബാൻഡിൻ്റെ വർക്കിൽ പോയിട്ടിരിക്കുകയാണ്, നിനക്കറിയാം? ചാച്ചോ ആൻറ്റീനെ ഒന്നും കാണാൻ പറ്റില്ലേ അങ്ങനെ പറഞ്ഞാൽ മാച്ചി ഭയങ്കര ബിസി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പ് അവർക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ജീനി ഓടി വരുന്നുണ്ട്. ഹായ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി ഓക്കെ ഹായ് എന്താ പറയടാറെ, ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ പറഞ്ഞു. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അവർ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ ദുയും എല്ലാം എസ്കേപ്പ് ആവാണ്. അപ്പോൾ പറയും നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് വന്നാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയിക്കാം. അവൻ എപ്പോഴോ പോയി അവൻ്റെ ബിസിനസ് നോക്കാൻ. ആണോ, പ്ലെയിൻ റോക്കിനോട് പോയി കടലിടാണ് അവന്. കോഫി എങ്ങനെയുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി കോഫിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു തരുമോ? സെയിം അതേ ഫ്ലേട്ടിംഗ് ലൈൻ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചേച്ചി വന്നിട്ട് പിന്നെ വന്നത്, ഞാനും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, നിനക്കതറിയോ ആവോ? അപ്പം പറയുന്നുണ്ട് അറിയാം. ശരി ഓക്കെ നീ വന്ന് എൻ്റെ കൂടെ ഇരിക്കും, മൂപ്പർക്ക് കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ശരി ഓക്കെ നിങ്ങൾക്ക് ക്യാപ്പച്ചിനോ, നിങ്ങൾക്ക് സ്പെഷ്യൽ അല്ലേ? ഓക്കെ ഞാൻ എടുത്തിട്ട് വരാം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പ്ലെയിൻ റോക്കും നമ്മുടെ ക്യാപ്പച്ചിനോയും അതുപോലെ സ്പെഷ്യൽ കോഫി റെഡി ആയിട്ട് അവരെ മുന്നിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം എപ്പോഴത്തെ പഴയ പല്ലവി തന്നെ ഇതെന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവനെ വെച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ലവ് സോങ്ങിന് ഇൻസ്പിറേഷൻ ആകാൻ പറ്റുമോ അങ്ങനെയും കൂടെ ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലോട്ടിംഗ് ലൈൻ ഇടുന്നുണ്ട് നമ്മുടെ ദൊയ്യ. അപ്പം നമ്മുടെ ചാച്ച അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നേരെ അവിടേക്ക് ജീനി വരുന്നുണ്ട്. ജീനി വന്നിട്ട് നമ്മുടെ അതായത് പ്ലെയിൻ റോക്കിനടുത്ത കസ്റ്റമർ വരുമ്പോൾ പോകണമല്ലോ. അപ്പോൾ ജീനി അവിടേക്ക് വന്നിട്ട് അതെ എനിക്കൊരു കാര്യം അറിയോ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഷിപ്പ് ചെയ്യുന്ന പോലെ ഉണ്ട്. ആണോ, നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടോ, സീരിയസ് സ്നേഹിക്കുന്നുണ്ടോ? അതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിറ്റ്നുവിനെ കുറിച്ച് എനിക്ക് നിറ്റ്നുവിന് ഇഷ്ടമല്ല. അതെന്താ? നിറ്റ്നുവിന് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്, എന്നെ പണി എടുപ്പിക്കുന്നുണ്ട്, എനിക്ക് നിറ്റ്നുവിന് ഇഷ്ടമല്ല. ശരി ഓക്കെ വിട്. ഓക്കെ നീ എനിക്ക് വേണ്ടി ഒരേ ഹെൽപ്പ് ചെയ്യും, നിറ്റ്നുവും പ്ലെയിൻ റോക്കും തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് മാത്രം ഒന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്ത് വാ. ഓക്കെ ശരി ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരും കമ്മിറ്റിയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നാവയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നാവിൻ്റെ പേരിലുള്ള നമ്മുടെ ടീമിനാണ്. അത് വിൻഡോ പാൻറ്റിനെ ഇടിച്ച് ശേഷം നമ്മൾ ചാച്ച ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോ സംസാരിച്ചും കൂടെ വെക്കാൻ ഇതാണ് ടീമാണ് വിൻഡോ പാൻറ്റിന് വേണ്ടി. നമ്മുടെ ചാച്ച ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്, എഫേർട്ട് ഉണ്ട്. അതുപോലെ നിങ്ങളും എഫേർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം, നിങ്ങളിതൊരു ബെസ്റ്റായിട്ട് കൊണ്ടുവരാൻ എനിക്കറിയാം എന്ന് വെച്ചാൽ ഭയങ്കര ചാച്ചനോട് ഭയങ്കരമായിട്ട് നാവ് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഞാനൊരു ടീം മെമ്പറിനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കണം. ശരി ഓക്കെ എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് ശ്രീക്രം, ഇവരൊരു ഡ്രം സ്റ്റിക്കാണ്, അതായത് ഡ്രമ്മറാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. ഓൾറെഡി ഞങ്ങൾ ബാൻഡിലുണ്ടല്ലോ അതിന്, പക്ഷേ അതല്ല മൂപ്പരെ കൂടെ വർക്ക് ചെയ്തു 1 മന്തിന്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ 1 മന്തിൻ്റെ ട്രയൽ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് കോൺട്രാക്റ്റിന് സെൻഡ് ചെയ്യാം. ഓക്കെ ആണോ? ശരി ഓക്കെ അങ്ങനെയാണ് പറഞ്ഞാൽ അവൻ ആ മീറ്റിംഗ് അവിടെ അവസാനിക്കണം. അങ്ങനെ നേരെ നമുക്ക് ദ്വയൻ്റെ റൂമിലാണ് കാണിക്കുന്നത്. അവൻ വന്നിട്ട് ഒരു പാർസൽ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചാൽ ഓടി വന്നിട്ട് എന്താടാ ഇത്രയും വലിയ പാർസൽ, എന്താടാ നീയെ കാണാനല്ലേ പോകുന്നത് അങ്ങനെ പറഞ്ഞ് പോയി നോക്കുമ്പോൾ എന്താ കോഫി മേക്കറാണ്. അപ്പോൾ അവർ രണ്ടുപേരും കോഫി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെന്തിനാടാ? ഞാൻ കോഫി ഉണ്ടാക്കി നമ്മുടെ
പ്ലങ് റോക്കിനെ ഇമ്പ്രസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ പറയും. ശരി ഓക്കെ നോക്കാമല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ശരി ഓക്കെ അവർ രണ്ട് കോഫി ഉണ്ടാക്കാൻ ലാസ്റ്റ് അതൊരു പൊട്ടിത്തെറിയാണ്. നമ്മുടെ ചാച്ചന് പോകാൻ കാണാൻ പോലും വയ്യ, ഫുള്ളായി പോകുമോ. ലാസ്റ്റ് സമാധാനിപ്പിച്ച് നമ്മുടെ ധോനി പറയും ശരി നമുക്ക് ഹോട്ട് പോട്ടിൽ പോകാം. ശരി ഓക്കെ ഹോട്ട് പോട്ടിൽ പോയി അവർ രണ്ടുപേരും സംസാരിക്കുക. അതെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പുറത്ത്. എന്താണ്? പ്ലങ് റോക്ക് ഞാനും പുറത്ത് പോകുന്നുണ്ട്. ഓ ഡേറ്റിംഗ് ആണോ? ഡേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, നല്ല കൈൻഡ് ഓഫ് അങ്ങനെ പറയും. ശരി ഓക്കെ എന്താണ്? ശരി ഓക്കെ നോക്കട്ടെ നിങ്ങളിവിടെ പോയിട്ട് വാ. ഓക്കെ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന കോഫി ഷോപ്പിലാണ്. കോഫി ഷോപ്പിൽ നമ്മുടെ ഈ ഒരു കോഫിയൊക്കെ കൊണ്ടുപോയി നമ്മുടെ പ്ലങ് റോക്കിന് കൈ കൊടുക്കുന്നത് എങ്ങനെയുണ്ട് കഴിച്ച് വെക്കുക എന്ന് പറയും. നമ്മുടെ പ്ലങ് റോക്കിന് കഴിക്കാനേ പറ്റില്ല, എന്നാലും കഷ്ടപ്പെട്ട് കുടിക്കും. എങ്ങനെയുണ്ട് കോഫി? കുഴപ്പമില്ല, എനിക്കറിയാം കഷ്ടമായിട്ടുണ്ടല്ലേ. ശരി ഒരു കാര്യം ചെയ്യും, എനിക്ക് കോഫി ഉണ്ടാക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം. ശരി ഓക്കെ നീ മുതൽ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അവനക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് ഞാൻ ബോസിന് വിളിക്കാം. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടും കോഫി ഉണ്ടാക്കാൻ അവന് ബെറ്ററായിട്ടൊരു കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമില്ല ബെറ്ററാണെന്ന് പറയുന്നത്. അങ്ങനെ അടുത്തത് നിന്ന് കാണിക്കുന്നത് നമ്മുടെ ബോസിൻ്റെ റൂമിലാണ് നമ്മുടെ ഇവരുള്ളത്, ആരെ ധ്വനിയുള്ളത്. ബോസ് വന്നിട്ട് ഇതെന്താണ്? കുഴപ്പമില്ല റിലാക്സൊക്കെ കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ മുന്നത്തേനേക്കാളും കുറച്ച് കമ്മിയായിട്ടില്ല, നിൻ്റെ മുന്നുള്ള ഭയങ്കര ബെറ്ററായിട്ടുണ്ടായിരുന്നു, നീ അതും കൊണ്ടുവന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ശരി ഓക്കെ ഞാൻ നോക്കാം അങ്ങനെ പറഞ്ഞു. പിന്നെ റൂമിൽ വന്ന് മ്യൂസിക് ട്രൈ ചെയ്ത് കൊണ്ടുവക്കും. അപ്പോൾ നമ്മുടെ പ്ലങ് റോക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് നീ വരുന്നില്ലേ നമുക്ക് പുറത്ത് പോകാൻ. സോറി എനിക്ക് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടൊന്നും വിചാരിക്കരുത് അങ്ങനെ പറയും. ശരി ഓക്കെ സാറില്ല ഞാൻ നിനക്കൊണ്ട് വെയിറ്റ് ചെയ്യാം. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞാൽ അവനതൊക്കെ നിർത്തി വെച്ചിട്ട് നേരെ നമ്മുടെ പ്ലങ് റോക്കിനെ കാണാൻ വേണ്ടി പോകണം. നോക്കുമ്പോൾ പ്ലങ് റോക്ക് നല്ല സൂപ്പറായിട്ടൊരു ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടെയാണ് അവർ രണ്ടുപേരും കഴിക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ നിത്യവും അതായത് ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് വരുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് സോറി നമ്മൾ ഫോട്ടോസ് എടുത്തോട്ടെ ഇരിക്കണം. ശരി ഓക്കെ എടുത്തോളൂ അങ്ങനെ പറയാം. അപ്പം പിന്നാലെ നമ്മൾ ദുയ്യിരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് ഫ്രെയിമിൽ മാറി നിന്നൊന്നും ഉണ്ടാകും അങ്ങനെ. ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു നഷ്ടപ്പെട്ട് നമ്മൾ ദുയ്യ മാറിക്കും. രണ്ടുപേരും ഷൂട്ടിങ് വേണ്ടി ഫോട്ടോസ് എടുക്കും. പക്ഷേ നമ്മൾ പ്ലങ് റോക്കിന് അത്ര ഹാപ്പി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നിത്യയും പ്ലങ് റോക്കും കൂടെ തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നിത്യം ചോദിക്കുന്നത് അവനെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ടോ? സീരിയസ് ആയി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷിപ്പിങ് ചെയ്ത് അവരോടൊക്കെ പറയാം ഇത് വേണ്ട, ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഫ്രണ്ട്സ് മാത്രമാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളത്. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിനെ, പക്ഷേ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ശരി ഓക്കെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നീ കൺഫേം ആയിട്ട് പറയാം. പക്ഷേ നീ പോയിട്ട് ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, നിൻ്റെ കരിയർ വിടരുത്. എനിക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് നിൻ്റെ സന്തോഷമാണ് വലുത്, നീ എന്താ പറയുന്നത് വെച്ചിട്ട്. ശരി ഓക്കെ ഞാൻ ആലോചിക്കട്ടെ അങ്ങനെ പറയുന്നത്. അതോടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോരാത്തതിന് ഗൈസ് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിട്ട് വോയിസിൻ്റെ കുറച്ചൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി ബൈ ബൈ താങ്ക് യു.